രാജ്യം 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലേ. നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു നിമിഷം, നമ്മൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷം. സംഖ്യകൾക്ക് അഭിമാനിക്കാനായിട്ടുള്ള ഒരു പുണ്ണാക്കും ഈ സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ടില്ല. പക്ഷേ ഇവന്മാർ കിടന്നുകൊണ്ട് അങ്ങ് അറുമാദിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയാണ് ഈ മലൻ ടി വിക്കകത്ത് വന്നിട്ടുള്ള ഒരു കാർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന തരത്തിൽ രാഷ്ട്രപിതാവിനെ ഒരു മൂലയിൽ കൊണ്ട് ചെറിയൊരു ഫോട്ടോ ആയിട്ട് വെച്ചിട്ട് ഈ രാജ്യം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിത്തിനെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ കൊണ്ടുവന്നിട്ടുമാർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന തന്നെയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ സംഘപരിവാറിൻ്റെ മിത്രങ്ങളെല്ലാം തെരുവോരങ്ങളിൽ കിടന്ന് കുരച്ചങ്ങോട്ട് മറിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇയാളാണ് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരുമായിട്ട് പോരാടി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്നതെന്നാണ് പറയുന്നത്. പല പ്രാവശ്യവും പല ജയിലിലും കിടന്ന് മാപ്പ് എഴുതി കൊടുത്ത് അവസാനം ഹിന്ദുവെ നിങ്ങളുടെ ഈ പോസ്റ്റുകളുണ്ട്, ഇതൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ ഊർജം ഇതിനു വേണ്ടി പാഴാക്കരുത്, നിങ്ങളുടെ സമയം ഇതിനുവേണ്ടി കളയാനില്ല എന്ന് പറഞ്ഞ് അവസാനം ഈ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊള്ളാം, നിങ്ങൾക്ക് എന്ത് ദാസ്യപ്പണിയും ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വന്ന ഈ ഒരു രാജ്യവിരുദ്ധനെയാണ് ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ രാജ്യസ്നേഹിയായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഇന്ന് രാജ്യം 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്ന കാഴ്ചകൾ നമ്മളിവിടെ അല്ലേ. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ വിവാദ പരാമർശം അടങ്ങിയിട്ടുള്ള വന്ദേ മാതരം പൂർണ്ണമായിട്ട് ചെല്ലി എന്നുള്ളതാണ്. ചെല്ലാത്ത രണ്ട് സംസ്ഥാനം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കേരളവും മറ്റൊന്ന് നമ്മുടെ തമിഴ്നാടും. ജോസഫ് വിജയ് മാസട കൊല്ലം മാസട ഒരൊറ്റ സ്ഥലത്ത് പോലും വന്ദേ മാതരം ചെല്ലിയില്ല. പകരം ജനഗണയാണ് അവിടെ എല്ലാം മുഴങ്ങിക്കേട്ടത്. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സംഘപരിവാർ വെട്ടവളിയന്മാരും ചില കൃസംഗികളും ഈ പൂഞ്ഞാറിലെ വിഴുപ്പ് പാണ്ഡത്തിൻ്റെ ഒരു മകനുണ്ടല്ലോ, ലവനടക്കം വന്നിട്ട് പറഞ്ഞു ഇവിടെ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ചെല്ലിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറയാനും ഇതൊക്കെ ചെയ്യാനും നീയൊക്കെ ആരാണ് ഇവിടെ? അല്ല, നിനക്കൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ? ആത്മാഭിമാനമില്ലാത്ത ഇത്രയും ഷണ്ടന്മാർ, അതായത് ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് പോലും ഉമ്മാർക്ക് പോലും തലയ്ക്കകത്ത് ബോധമില്ല. എടാ, നിനക്കൊന്നും ഇതിനകത്തൊന്നും ഒരു പങ്കുമില്ലെന്നേ. പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നൊക്കെ പറഞ്ഞ് ഈ സവർക്കറേയും വെള്ളപൂശിക്കൊണ്ടുവരുന്ന ഈ സംഖ്യകളെ കുറിച്ച് ഓർക്കുമ്പോൾ സത്യം സങ്കടം തോന്നിപ്പോട്ടാണ്. എന്തായാലും വലിയൊരു അഭിമാനം തോന്നുന്നു നമ്മുടെ കേരളവും തമിഴ്നാടിനെയും കുറിച്ച് ഓർക്കും. ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം ഈ പറയുന്ന വിവാദ പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ള വന്ദേമാതരം പൂർണ്ണമായിട്ട് ചൊല്ലി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. എന്തായാലും നമുക്ക് ആ വാർത്തയ്ക്ക് ഒന്ന് കാണാം. അതോടൊപ്പം തന്നെ ഈ വീർ സവർക്കർ, രാജ്യസ്നേഹി, ദേശാഭിമാനി എന്നൊക്കെ ഈ മലം ടി വി പൊക്കിക്കൊണ്ട് നടന്നിട്ടുള്ള ആ ഒരു വാർത്തയിലെ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ജനം ടി വി രാഷ്ട്രപിതാവിനെ അപമാനിച്ചെന്ന് കാണിച്ച DGPക്ക് KSUവിന്റെ പരാതി. സ്വാതന്ത്ര്യദിനത്തിനിറക്കിയ പോസ്റ്ററിൽ സവർക്കറുടെയും ഹെഡ്ഗെവാറിന്റെയും ഫോട്ടോ വലുതാക്കി കൊടുത്ത് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ചെറുതാക്കിയാണ് നൽകിയത്. KSU ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാരാണ് DGPക്ക് പരാതി നൽകിയത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഏറ്റവും മൂലക്കിൽ, ഈ പോസ്റ്ററിന്റെ ഏറ്റവും മൂലക്കിലാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ബ്രിട്ടീഷുകാർ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ആ ജയിലിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് ചെരുപ്പ് നക്കി വന്ന സവർക്കറെ വലിയ സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ട് ഈ രാജ്യത്തിന്റെ ധീരനായകനായിട്ട് അവരോധിക്കുകയാണ് RSS ഇവിടെ. വിവരങ്ങൾ സലാം മുഹമ്മദ് നൽകും. സലാം, എന്താണ് ജനം ടി വിക്കെതിരായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതി? KSU നേതാവിന്റെ പരാതി. ഇന്ത്യ ജനറൽ ടി വി സ്വാതന്ത്ര്യ ദിനത്തിന്റെ തുടങ്ങിയ ഒരു പോസ്റ്ററിലാണ് നടുവിൽ VD സവർക്കറുടെ ഫോട്ടോ വലുതാക്കി നൽകി. ഇടതുവശത്ത് ഒരു ചെറിയ കോർണറിൽ ചെറിയ ഒരു ഫോട്ടോ മാത്രം മഹാത്മാഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ ഭഗത് സിംഗിന്റെയും ഒരു ചെറിയ ഫോട്ടോ നൽകി. ഹെഡ്ഗെവാറിന്റെയും VD സവർക്കറുടെയും ഫോട്ടോ വലുതായി കാണിച്ച് അവരെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലൊരു പോസ്റ്റർ ജനം ടി വി ഇറക്കിയത്. ഇതിനെതിരെയാണ് ഇത് മഹാത്മാഗാന്ധിയെ, രാഷ്ട്രപിതാവ് കൂടിയായിട്ടുള്ള മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്നതാണെന്ന് കാണിച്ചുകൊണ്ടാണ് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ DGPക്ക് ഒരു പരാതി നൽകുന്നത്. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിനെ അവഹേളിച്ച ജനം ടി വിക്കെതിരെ നടപടി സ്വീകരിക്കണം, കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ KSUവിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാരാണ് ഈ പരാതി DGPക്ക് അയച്ചിട്ടുള്ളത്. സത്യത്തിൽ ഈ സെപ്റ്റി ടാങ്ക് നമ്മുടെ മലയാളികൾക്ക് അപമാനമാണ് കേട്ടോ. കാരണം ഇതിനകത്ത് വരുന്ന ഓരോ ദിവസത്തെ വാർത്തകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അപരമത വിദ്വേഷവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് രാജ്യവിരുദ്ധന്മാരെയൊക്കെ
രാജ്യസ്നേഹികളായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. അടച്ചു പൂട്ടണം ഇതൊക്കെ. ഇവിടുത്തെ ജനങ്ങൾ ഒന്നടക്കം ഒന്നിക്കണം. അതിനകത്ത് രാഷ്ട്രീയമൊക്കെ മറന്ന് ജാതി മതമൊക്കെ മറന്ന് ഈ നാട്ടിലെ വിഷജീവികളെ തല്ലി ഓടിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇന്ന് ഈ 80ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു. വന്ദേമാതരം മുഴുവനായി ആലപിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലാണ് വന്ദേമാതരത്തിലെ വിവാദ ഭാഗം കൂടി ആലപിച്ചത്. അതേസമയം തമിഴ്നാട് സർക്കാർ ചടങ്ങുകളിൽ വന്ദേമാതരം ഒഴിവാക്കി. വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടിയാൽ മതിയെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട് അംഗീകരിച്ചത് കേരളം മാത്രം. കേരളം വന്ദേമാതരം പൂർണ്ണമായി ഒഴിവാക്കിയപ്പോൾ മറ്റു കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ മുഴുവൻ ആലപിച്ചു. ബംഗളൂരുവിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു വന്ദേമാതരത്തിലെ വിവാദ ഭാഗങ്ങൾ പാടിയത്. തെലങ്കാന ഹൈദരാബാദിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശിൽ സുഖ്വീന്ദർ സിംഗ് സുഖു എന്നിവരുടെ പരിപാടികളിലും വന്ദേമാതരം മുഴുവൻ പാടി. തമിഴ്നാട് സർക്കാരിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ഒഴിവാക്കി. മുഖ്യമന്ത്രി ജോസഫ് വിജയ് പതാക ഉയർത്തുന്ന സമയം ദേശീയ ഗാനം മാത്രമാണ് ആലപിച്ചത്. ചെന്നൈയിലെ ചടങ്ങിൽ വിജയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നടി തൃഷയും പങ്കെടുത്തു. തമിഴ്നാടിനെ അഴിമതിരഹിത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വിജയ് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് പിന്തുണയുള്ള ജാർഖണ്ഡിലും AAP ഭരിക്കുന്ന പഞ്ചാബിലും ജമ്മു കശ്മീരിലും വന്ദേമാതരം മുഴുവൻ ആലപിച്ചു. നട്ടലുള്ള ഒരുത്തൻ ഒരൊറ്റ ഭരണാധികാരി മതി, കൂടുതലൊന്നും വേണമെന്നില്ല. ഇപ്പൊ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ എല്ലാം BJP വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ രാജ്യത്തെ ഇത്രയധികം അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പറയുന്ന ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ചില നേതാക്കന്മാർ കോൺഗ്രസ്സിലുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെയാണ്. കോൺഗ്രസ്സിൽ ഒരുപാട് രാജ്യസ്നേഹികളുണ്ട്, ഒരുപാട് നല്ല നല്ല നേതാക്കന്മാരുണ്ട്. പക്ഷേ അവരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അനുഭാവമായി നിൽക്കുന്ന ചില നേതാക്കന്മാരെ ഇപ്പൊ ഈ പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അതൊരൊറ്റ കക്ഷിയായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. വരുത്തില്ല അവര്. കാരണം അതുപോലെ സംഘിവൽക്കരണം ഈ കോൺഗ്രസിനകത്ത് നടന്നിട്ടുണ്ട്. ഈ രാജ്യത്തെ ഈ രീതിയിലാക്കിയതിൽ ഒന്നാം കക്ഷി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. പിന്നെ കേരളത്തിൽ ഇത് നടക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് തലയ്ക്കകത്ത് ബോധമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് നടക്കാതെ. പക്ഷെ എങ്കിലും ഇതിനകത്തും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സംഘിവൽക്കരണം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കോൺഗ്രസിനകത്തും കേരളത്തിലും ഉണ്ട്. ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും 80ാമത് സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുമ്പോൾ രാജ്യത്തിൻ്റെ നമ്മുടെയൊക്കെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ ഒരു ചെറിയ കോളത്തിലേക്ക് കൊണ്ടെത്തിച്ച ഈ മലൻ TV പോലുള്ള ഈ വൃത്തികെട്ടവർക്കെതിരെ ശക്തമായ രീതിയിൽ ഓരോ ഇന്ത്യൻ പൗരനും, ആത്മാഭിമാനമുള്ള ഓരോ ഇന്ത്യൻ പൗരനും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം. കാരണം നമ്മുടെ രാഷ്ട്രപിതാവിനെ അങ്ങനെ ഒരു മൂലക്ക് കൊണ്ട് ഇടാനല്ല, രാജ്യത്തിന് ഒരു ഗുണവുമില്ലാത്ത പാഴ് വസ്തുക്കളെയൊക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിലൊക്കെ ഫോട്ടോ ഉണ്ടാക്കി വിടുന്ന ഈ മറ്റേമാരൊക്കെ ഉണ്ടല്ലോ, കീടാണുക്കളൊക്കെ, ഇവന്മാരൊക്കെ നിലക്ക് നിർത്തേണ്ട സമയം അധികരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സ്വാതന്ത്ര്യദിന ആശംസകൾ നേരെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.